ഓക്കെ, നമുക്കിനി ഡ്രൈവ് ചെയ്ത് നോക്കാം. നിങ്ങൾ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള വളവുകൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മിറർ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം. റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, സെൻറ്റർ. കാരണം നമുക്ക് വണ്ടികൾ പുറകിൽ നിന്ന് വരുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇത്തരത്തിലുള്ള കൊടും വളവ് അല്ലെങ്കിൽ എസ് ടൈപ്പ് വളവിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ വണ്ടി എടുക്കുന്നു. അപ്പോൾ പുറകിൽ നിന്ന് 1-2 വണ്ടികളുണ്ട്. വണ്ടി പോയി, ഞാൻ പതിയെ എടുക്കുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. വണ്ടിക്ക് മൂവ് ആക്കുന്നു, സെക്കൻഡിലേക്ക് ഇടുന്നു. ഇവിടെ മുന്നിലായിട്ട് നിങ്ങൾ നോക്കുകയും നല്ല വലിയൊരു മല കാണാമല്ലോ. ഇതാണ് പുളിയൻ മല എന്ന് പറയും. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് കയറാൻ പോവുകയാണ്. നല്ല കുത്തനെയുള്ളൊരു കയറ്റമാണ്. ഇപ്പം ഇവിടുന്ന് നമ്മൾ നിരപ്പിൽ നിന്ന് ഈ കയറ്റത്തിലേക്ക് കയറുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. ഇനി നിങ്ങൾ ഈ റോഡ് മനസ്സിലാക്കിയിട്ട് ഞാൻ ഗിയർ ഇടുന്നത് മനസ്സിലാക്കുക. വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, തേർഡിലേക്ക് ഇടുന്നു. ചെറിയ വളവും തിരിവുണ്ട്, എന്നാലും നമുക്കിത് ഇവിടെ ഇങ്ങനെ തേർഡ് ഗിയറിൽ ഈസി ആയിട്ട് പോകാൻ കഴിയും. നിങ്ങൾ നോക്കുക, തേർഡ് ഗിയറിൽ പോകുന്നു. ഇപ്പോൾ വീണ്ടും ഇതേ മുന്നിലായിട്ട് ഇവിടെ ചെറിയൊരു വളവാണ്. മാക്സിമം നിങ്ങൾ വളവ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർക്കുക. ഇപ്പം നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് വൈറ്റ് ലൈനും റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡ് സെൻറ്റർ പോയിൻ്റ് ഇത് ഈ ഒരു രീതിയിൽ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് നമുക്ക് പോകാനായിട്ട് കഴിയും. നിങ്ങൾ നോക്കുക, തേർഡ് ഗിയറിൽ ഞാൻ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ചേർന്ന് പോയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാലും വളവിലൊക്കെ ഇത്തരത്തിൽ വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ടതായിട്ടില്ല. മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോവുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ കയറ്റത്തിൻ്റെ. തേർഡ് ഗിയറിൽ പോകുന്നു. ഇപ്പോൾ മുന്നിലായിട്ടൊരു ആപ്പ പോകുന്നു. മാക്സിമം സ്പീഡൊക്കെ കൺട്രോൾ ചെയ്ത് നിങ്ങൾ പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ തേർഡ് ഗിയറിലാണ് പോകുന്നത്. ഓക്കെ, ഇവിടെ വളവുകളിൽ നമ്മളുള്ള ഓവർടേക്കിംഗ് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് മറ്റു വണ്ടികളില്ല എന്ന് ഉറപ്പ് വരുത്തി വളവ് നിവർന്നതിന് ശേഷം മാത്രം ഓവർടേക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ എൻ്റെ ഒരു കാലെടുത്ത് ഞാൻ ക്ലച്ച് പെഡലിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു വണ്ടിയോട് ഏകദേശം ഒരു നിശ്ചിത സ്പേസ് ഇട്ടാണ് പോകുന്നത്. പെട്ടെന്ന് അവർ നിർത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഇതേ ക്ലച്ച് ഔട്ടിയിട്ട് സെക്കൻഡിലേക്ക് ഇടണം. നിങ്ങൾ നോക്കി, ഇവിടെ ഒരു വളവാണ്. ഞാൻ അഡ്വാൻസ് ആയിട്ട് ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. നിങ്ങൾ നോക്കുക, കണ്ടോ വണ്ടികൾ ഇറങ്ങി വരുന്നുണ്ടോ? ദേ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നു. ഓക്കെ, ഇവിടെ നമുക്കിനി ഓവർടേക്ക് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് കിട്ടി. ഹോൺ അടിക്കുന്നു, സ്ട്രെയിറ്റ് റോഡാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ഇപ്പോൾ സെക്കൻഡിലേക്ക് ഇട്ടതുകൊണ്ട് തന്നെ വണ്ടിക്ക് മൂവ് ആക്കുക, ക്ലച്ച് പിടിക്കുക, തേർഡ് ഗിയറിലേക്ക് ഇട്ടു. കണ്ടോ? അപ്പം നമുക്കിനി തേർഡ് ഗിയറിൽ ഈ കയറ്റം കയറി പോകാം. ഈസി ആയിട്ട് തന്നെ പോകാനായിട്ട് കഴിയും. പല ആൾക്കാർക്കും ഒരു ഇത്തരത്തിലുള്ള കയറ്റം വരുമ്പോൾ തേർഡിൽ പോകണോ എന്നുള്ളൊരു ചിന്ത വരും. ഇനി ഇവിടുത്തെ ഒരു വലിയൊരു വളവിലേക്ക് വരുവാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയണം. ഞാനിത് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടുന്നു. അതിനുശേഷം നമ്മളിത് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുന്ന സമയത്ത് വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. അതിനുശേഷം നമ്മളിത് ഈ വളവ് എടുക്കുകയാണ്. നല്ല രീതിയിലുള്ള ഒരു ടേണാണ്. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ പരമാവധി കുറച്ച് ലെഫ്റ്റ് സൈഡ് ചേരണമെങ്കിൽ പോലും കുറച്ച് റൈറ്റ് സൈഡിലേക്ക് വന്നിട്ട് ഇത്തരത്തിലുള്ള ടേണുകൾ എടുക്കുക. എന്ന് പറഞ്ഞാൽ ഏകദേശം കുറച്ചും കൊണ്ടൊന്ന് മാറിയിട്ട് മാത്രം എടുക്കുക. കാരണം ഒരുപാട് ലെഫ്റ്റ് ചേർന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കൊടും വളവുകൾ തിരിയുന്ന സമയത്ത് ആ ഒരു സൈഡിലേക്ക് ചേർന്നിട്ട് വണ്ടി ചിലപ്പോൾ തിരിഞ്ഞ് കയറാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് റൈറ്റിലേക്ക് വന്നിട്ട് ലെഫ്റ്റ് പിടിച്ച് കയറാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ സെക്കൻഡിലേക്ക് ഇട്ടു, വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു, വണ്ടിക്ക് മൂവ് ആക്കുന്നു, തേർഡിലേക്ക് ഇടുന്നു. നിങ്ങൾ നോക്കുക, ഇപ്പോൾ തേർഡ് ഗിയർ പോവാണ്. കണ്ടോ, വണ്ടികളൊക്കെ വരുന്നു. അത്യാവശ്യം നല്ല വളവാണ്. തേർഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ്. ഓക്കെ, എല്ലാ വളവുകളിലും നിങ്ങൾ വണ്ടി ഒന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ നമുക്കൊന്ന് ചവിട്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അഡ്വാൻസ് ആയിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയാണ് പറയുന്നത്. ക്ലച്ചിലേക്ക് എടുത്ത് കാലിങ്ങനെ ഒന്ന് വെക്കുക. ചവിട്ടി താക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്നൊന്ന് ഗിയർ ഡൗൺ ചെയ്യണം, അല്ലെങ്കിൽ വണ്ടി ഒന്ന് സ്ലോ ചെയ്യണം. ഇപ്പം നിങ്ങൾ നോക്കിയേ, വണ്ടി ഞാൻ സ്ലോ ചെയ്യുന്നു. കണ്ടോ? അപ്പോൾ നമുക്കൊന്ന് സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്ലച്ചിലേക്ക് അഡ്വാൻസ് ആയിട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. ഇപ്പോൾ വണ്ടികൾ പോയി വീണ്ടും ക്ലച്ചിൽ നിന്ന് കാല് എടുക്കുക. ഓക്കെ, ഇപ്പോൾ തേർഡ് ഗിയറിലാണ് പോകുന്നത്. മാക്സിമം നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നു. തേർഡ് ഗിയർ. അപ്പോൾ അത്യാവശ്യം തേർഡ് ഗിയർ വരെ നമുക്ക് ഇട്ട് പോകാം. പിന്നെ റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ, വളവാണെങ്കിലും അത്യാവശ്യം റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് ഫോർത്ത് ഗിയറിലേക്ക് ഇടാം. പക്ഷേങ്കിൽ ഒരു ബിഗിനർ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് അത്രയധികം ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുക. ഇനി ഇത് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു വളവ് വരികയാണ്. റൈറ്റ് ടേൺ ആണ് എടുക്കേണ്ടത്. നിങ്ങൾ നോക്കിയേ, തേർഡിൽ നമുക്ക് ഇവിടെ ടേൺ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് നേരത്തെ തന്നെ സെക്കൻഡിലേക്ക് ഇടുക. എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന കാല് വെച്ചിട്ട് ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ചേർന്ന് ടേൺ എടുക്കുക. നിങ്ങൾ നോക്കുക, അവിടെ നിന്ന് കണ്ടോ വണ്ടി വരുന്നുണ്ടോ? അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ചേർന്ന് എടുക്കുകയാണെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ ഒരു ബസ്സൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാലും നമുക്ക് സേഫാണ്. ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരുന്നു. അതിനുശേഷം വീണ്ടും ഞാനിത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുകയാണ്. നിങ്ങൾ നോക്കുക, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, തേർഡിലേക്ക് ഇടുന്നു. ഓക്കെ, ഹോൺ അടിച്ചു കൊടുക്കുന്നു. പരമാവധി നിങ്ങൾ വളവുകളിൽ ഹോൺ അടിച്ചു കൊടുക്കുക. ഒന്ന് ഹോൺ അടിച്ചു കൊടുക്കുന്നു, ഒന്നും കൂടെ അടിക്കുന്നു. എന്നിട്ട് മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേരുക. ഈ വൈറ്റ് ലൈൻ വെച്ചിട്ട് ലെഫ്റ്റ് സൈഡ് ചേരുക. ഇനി ഇവിടെ വീണ്ടും ഒരു വളവ് വരുന്നു. മാക്സിമം നമ്മളിത് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് സുഖകരമായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാം. ഇനി നമുക്ക് ഫോർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റോഡ് സ്ട്രെയിറ്റ് ആയാൽ കൊടുക്കാം. ഞാനൊന്ന് കൊടുത്ത് കാണിക്കാം. ഫോർത്തിലേക്ക് ഇടുന്നു,
ഇങ്ങനെ വരുന്നു. പക്ഷേ വീണ്ടും ഇവിടെ ഒരു വളവ് വന്നു. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഗിയർ അഡ്വാൻസ് ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഇട്ടിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണ്. നിങ്ങൾ നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ചേരുന്നു. ഇപ്പോൾ പരമാവധി നമ്മൾ പോകുന്ന ഒരു 35-40 കിലോമീറ്റർ സ്പീഡിലാണ്. നിങ്ങൾ നോക്കിയതേ മുന്നിലായിട്ട് ആ മല കണ്ടോ. അപ്പോൾ നമ്മൾ മേളിലേക്കാണ് ഇപ്പോൾ കയറി പോകുന്നത്. ഓക്കെ, ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. ലെഫ്റ്റ് സൈഡ് മാക്സിമം പിടിച്ച് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഒരു ഓപ്പോസിറ്റ് ഒരു ബസ്സോ അല്ലെങ്കിൽ ഒരു ലോറി വന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കണം. നമ്മൾ മാക്സിമം ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടത്ത് ചേർന്ന് വരുന്നത് കൊണ്ട് തന്നെ നമുക്കത് ഈസിയാണ്. ഓക്കെ, ഇപ്പോൾ വീണ്ടും ഇവിടെ വരുന്നു. ഇവിടെ വീണ്ടും നല്ലൊരു വളവ്. അപ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുന്നു. സെക്കൻഡിലേക്ക് ഇടുന്നു. കണ്ടോ, കാരണം ഇടുങ്ങിയ വളവാണ്. ഓക്കെ, വീണ്ടും ഇവിടെ നല്ലൊരു വളവ്. അപ്പോൾ നമ്മൾ ഈ സൈഡ് പിടിച്ച് ഒത്തിരി കയറരുത്. ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. എന്നിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ ചേർന്ന് വരിക. അതിനുശേഷം വീണ്ടും സ്റ്റിയറിംഗ് വളരെ വേഗത്തിൽ ഇതുപോലെ നേരെയാക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡിലേക്ക് ഇടുന്നു. അപ്പോൾ ഓരോ കുത്തനെയുള്ള വളവിലേക്ക് നമ്മുടെ വണ്ടി വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടും വലിയ വളവുകൾ വരുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. ചെറിയ വളവൊക്കെയാണെങ്കിൽ നമുക്കിങ്ങനെ സെക്കൻഡിൽ പോകാം. കുറച്ചും കൂടെ റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ഗിയറിലിട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, മുന്നിലൊരു വണ്ടി പോകുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഇപ്പോൾ കയറാൻ പറ്റത്തില്ല. കാരണം ഇവിടെ നമുക്ക് വണ്ടി വരുന്നത് അറിയത്തില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇങ്ങനെ പോവാണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ ഇവിടെ ഒന്നും ഒരു കാരണവശാലും നമ്മൾ ഓവർടേക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഫസ്റ്റ് ഗിയറിൽ പോവാണ്. എന്നിട്ട് ഒന്ന് ഹോൺ അടിച്ചു നോക്കുന്നു, വണ്ടികളില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വണ്ടിയില്ല, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, സെക്കൻഡിലേക്ക് ഇടുന്നു. മാക്സിമം തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേരുക. കണ്ടോ, ലെഫ്റ്റ് സൈഡിലേക്ക് ചേരുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് പോവാണ്. ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നു. കണ്ടോ, ഇങ്ങനെ മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നു. വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പോൾ തേർഡിൽ ഇങ്ങനെ പോവാണ്. നല്ല വളവാണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് ചേർന്ന് മാക്സിമം ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മളൊരു വണ്ടി കയറ്റങ്ങളിൽ, അതായത് എസ് ടൈപ്പ് ചുരങ്ങൾ പോലെയുള്ള റോഡുകളിൽ ഡ്രൈവ് ചെയ്യേണ്ടത്. പരമാവധി തേർഡ് ഗിയർ വരെ ഇട്ട് നോക്കുക. എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവറാണെങ്കിൽ നിങ്ങൾ തേർഡ് വരെ മാക്സിമം, എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡ്രൈവറാണെങ്കിൽ നമുക്ക് ഫോർത്തൊക്കെ ഇട്ട് ഓടിക്കാം. വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് നമുക്ക് ഫോർത്ത് കൊടുക്കാം. ഫോർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാം. വളവ് തുടങ്ങുമ്പോൾ വീണ്ടും ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഇടാം. വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഫോർത്തിലേക്ക് ഇടാം. റോഡ് സ്ട്രൈറ്റ് ആയി കഴിഞ്ഞാൽ ഫോർത്തിലേക്ക് ഇടാം. വീണ്ടും വളവ് വന്നു കഴിഞ്ഞാൽ ഗിയർ ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഇടാം. ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇങ്ങനെ പോകാം. പക്ഷേങ്കിൽ നിങ്ങൾ വണ്ടി പഠിച്ചു തുടങ്ങുന്ന ഒരാൾ എന്ത് ചെയ്യണം, ഇത്തരത്തിൽ ഡ്രൈവ് ചെയ്യാതിരിക്കുക. നിങ്ങൾ പരമാവധി ഒരു തേർഡ് ഗിയർ വരെയൊക്കെ ഇട്ടിട്ട് മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോവുക. അതോടൊപ്പം തന്നെ കണ്ടോ, വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഓരോ വളവും നമ്മൾ മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും. ഒപ്പം തന്നെ നമ്മൾ വണ്ടി ഏതെങ്കിലും സൈഡിൽ നിർത്താൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് മാത്രമേ നമ്മളൊരു വണ്ടി സൈഡിലേക്ക് ഒതുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു കുത്തനെയുള്ള വളവ്, കയറ്റം, എസ് ടൈപ്പ് റോഡുകളിൽ എങ്ങനെ ഡ്രൈവ് ചെയ്യാമെന്നുള്ളത് നിങ്ങളോട് പങ്കുവെച്ചു. ഏകദേശം ഒരു തേർഡ് ഗിയർ വരെ ഒക്കെ ഇട്ട് നിങ്ങൾ തുടക്കത്തിൽ ഓടിക്കുക. പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുക. നമ്മുടെ വണ്ടി സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ക്ലച്ച് പെഡലിലേക്ക് കാല് കുറച്ച് നേരത്തെ വരിക. ഗിയർ ഡൗൺ ചെയ്ത് ഇപ്പോൾ തേർഡിലാണെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് പോവുക. കൊടും വളവ്, നല്ല വളവ് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അഡ്വാൻസ് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ലെഫ്റ്റ് സൈഡ് മാക്സിമം പിടിച്ച് ചേർന്ന് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യാം. മെയിനായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻ്റ് ആണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. പിന്നെ പരമാവധി ഒരു 3 ഗിയർ വരെ തുടക്കക്കാർ ഉപയോഗിച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് 3 ഗിയർ വരെ ഉപയോഗിക്കുക. പിന്നീട് നമുക്ക് നിരന്തരം ഓടിക്കുന്നതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.